വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് RCBയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ അതാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയവരെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന്റെ ഫലമായിട്ട് IPL തങ്ങളുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ടോട്ടൽ RCB പടുത്തുയർത്തി 250 റൺസ് ആണ് ഇന്ന് RCB അടിച്ചെടുത്തത്. CSKക്ക് IPL ആദ്യമായിട്ട് 250 റൺസ് വഴങ്ങേണ്ടി വന്നു എന്നൊരു നാണക്കേടും കൂടി സ്വന്തമാക്കേണ്ടി വന്നു. 20 ഓവറിൽ വെറും 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് 250 എന്ന പടുകൂറ്റൻ സ്കോർ RCB പടുത്തുയർത്തിയത്. അവസാനത്തെ 5 ഓവറിൽ അവർ അടിച്ചെടുത്തത് 97 റൺസാണ്. അതിൽ തന്നെ അവസാനത്തെ 2 ഓവറിലാണ് 43 റൺസ് വന്നത്. CSK ബൗളർമാരെല്ലാം അട്ടിക്കൊണ്ട് നിലംപരിശായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നാണ് ഓപ്പൺ ചെയ്തത്. 4.3 ഓവറിൽ 37 റൺസ് ആയപ്പോഴത്തേക്കും വിരാട് കോഹ്ലി മടങ്ങി. അദ്ദേഹം 18 പന്തിൽ 28 റൺസാണ് എടുത്തത്. ഒരു സിക്സും 2 ഫോറും അടങ്ങുന്ന ഇന്നിംഗ്സ്. ഫിൽ സാൾട്ട് 30 പന്തിൽ 46 റൺസ് എടുത്തു. 2 സിക്സും 3 ഫോറും അടങ്ങുന്ന ഇന്നിംഗ്സ്. പിന്നീടാണ് RCBയുടെ പൊളിച്ചെടുക്കൽ നമ്മൾ കാണുന്നത്. ദേവദത്ത് പടിക്കൽ 29 പന്തിൽ 50 റൺസ് എടുത്തു. 2 സിക്സും 5 ഫോറും സഹിതം. രജത് പടിദാർ 19 പന്തിൽ 48 റൺസ് എടുത്തു. 6 സിക്സും 1 ഫോറും അടിച്ചു. എന്നാൽ ടിം ഡേവിഡിന്റെ ഒരു വൺ മാൻ ഷോയാണ് പിന്നീട് ബംഗളൂരുവിൽ കാണാൻ കഴിഞ്ഞത്. 25 പന്തുകൾ മാത്രം നേരിട്ട് അദ്ദേഹം 70 റൺസ് അടിച്ചു കൂട്ടുമ്പോൾ 8 സിക്സറുകൾ പറത്തി 3 ഫോറുകളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. 280 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ടിം ഡേവിഡ് ബാറ്റ് വീശിയത്. അൻഷുൽ കാംബോജും ജാമി ഓവർട്ടണും ശിവം ദുബൈയും ഓരോ വിക്കറ്റുകൾ വീതം RCBക്ക് വേണ്ടി വീഴ്ത്തി. ഖലീൽ അഹമ്മദ് ഒഴിച്ച് ബാക്കി എല്ലാവരും 10ന് മുകളിലുള്ള ഇക്കണോമിയിലാണ് ബോൾ ചെയ്തത്. പിന്നീട് CSKയുടെ മറുപടി ബാറ്റിംഗ് വരുന്നു. CSK എന്തായാലും ഈ ഒരു സ്കോർ അടിച്ചെടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 9-1, 10-2, 30-3 എന്നിങ്ങനെ നിലയിലേക്ക് അവർ തകർന്നു വീഴുകയായിരുന്നു. സഞ്ജു സാംസൺ ഈ മത്സരത്തിലും ഒന്നും ചെയ്തില്ല. 5 പന്തിൽ 9 റൺസ് മാത്രം എടുത്ത് മടങ്ങി. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് 3 പന്തിൽ 7 റൺസ് എടുത്ത് മടങ്ങി. ആയുഷ് മാത്രേ കഴിഞ്ഞ കളിയിലെ ഹീറോ 3 പന്തിൽ 1 റണ്ണോടെ മടങ്ങിയപ്പോൾ സർഫറാസ് ഖാനും പ്രശാന്ത് വീറും ജാമി ഓവർട്ടണുമാണ് ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത്. സർഫറാസ് ഖാൻ 25 പന്തിൽ 50 റൺസോടെ ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തി. 200 സ്ട്രൈക്ക് റേറ്റിൽ 2 സിക്സും 8 ഫോറുകളും അടങ്ങുന്ന ഒരു കിടിലൻ ഇന്നിംഗ്സ്. കാർത്തിക് ശർമ്മ 3 പന്തിൽ 6 റണ്ണോടെ മടങ്ങിയപ്പോൾ ശിവൻ ദുബെ 13 പന്തിൽ 18 റൺസോടെ മടങ്ങി. പ്രശാന്ത് വീറ 29 പന്തിൽ 43 റണ്ണോടെ മടങ്ങി. ജാമി ഓവർട്ടൺ 16 പന്തിൽ 37 റണ്ണോടെയും മടങ്ങി. അൻഷുൽ കാംബോജ് 12 പന്തിൽ 19 റൺസ് എടുത്തപ്പോൾ നൂർ അഹമ്മദ് 8 പന്തിൽ 8ഉം മാറ്റ് ഹെൻറി 3 പന്തിൽ 2 റണ്ണും എടുത്തു. 19.4 ഓവറിൽ 207 റൺസിന് CSK ഓൾ ഔട്ടായി. CSKയുടെ ബാറ്റർമാരെല്ലാം അനാവശ്യ ഷോട്ടുകൾ കളിച്ചാണ് പുറത്തായത്. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ കൂറ്റൻ അടികൾക്ക് മുതിർന്നാണ് മിക്കവരും പുറത്തായത്. ഭുവനേശ്വർ കുമാർ 3, ജേക്കബ് ഡഫി 2, അഭിനന്ദൻ സിംഗ് 2, കൃണാൽ പാണ്ഡ്യ 2, സുയേഷ് ശർമ്മ 1 എന്നിങ്ങനെയായിരുന്നു RCBയുടെ ബോളർമാർ നേടിയ വിക്കറ്റുകൾ. അങ്ങനെ തുടർച്ചയായ 3ാമത്തെ തോൽവി CSK ഏറ്റുവാങ്ങിയപ്പോൾ തുടർച്ചയായ 2ാമത്തെ ജയം RCB നേടി.